ദേശീയപാത നിർമ്മാണം പൊന്നാനിലെ വ്യാപാരികളെ ദുരിതാവസ്ഥയിലാക്കിയെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ദേശീയപാത നിർമ്മാണം പൂർത്തീകരിച്ചാൽ ചമ്രവട്ടം ജംഗ്ഷനിലെ വ്യാപാരികൾ കടകളടച്ച് വീട്ടിലിരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും ഉത്തരവാദിത്തപ്പെട്ടവരുടെ അശ്രദ്ധയാണ് ഇതിനു കാരണമെന്നും ജംഗ്ഷനിൽ കൃത്യമായ എക്സിറ്റും എൻട്രിയുമില്ലാത്തത് ഈ പ്രദേശത്തെ ആളുകളോട് കാണിക്കുന്ന വഞ്ചനയാണെന്നും ജനറൽ ബോഡി യോഗം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈഴവത്തിരുത്തിയുടെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും ആദരിക്കലും അവാർഡ് ദാനവും നടത്തി. 25 വർഷം വ്യാപാരം നടത്തിയ ഈഴവത്തിരുത്തിയിലെ വ്യാപാരികളെ ആദരിച്ചു. 40 വർഷക്കാലത്തിലേറെ പൊന്നാനിയിലെ വ്യാപാരികളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ച കയ്യൂം സാഹിബിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർച്ചയായി 26 വർഷം ഈഴവത്തിരുത്തി വ്യാപാരി ഏകോപന സമിതിയുടെ പ്രസിഡന്റായി തുടരുന്ന അഡ്വക്കേറ്റ് അബ്ദുൽ ജബ്ബാറിനെയും MES സംസ്ഥാന ട്രഷററായി തെരഞ്ഞെടുത്ത ഈഴവത്തിരുത്തി വ്യാപാരി ഏകോപന സമിതിയുടെ മെമ്പറായ OC സലാഹുദ്ദീനെയും 25 വർഷം വ്യാപാരി ഏകോപന സമിതിയിൽ വിവിധ സ്ഥാനങ്ങൾ അലങ്കരിച്ച TK രഘുവിനെയും ചടങ്ങിൽ ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ ബോഡി യോഗം അഡ്വക്കേറ്റ് KP അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. മർവ റഷീദ് അധ്യക്ഷത വഹിച്ചു. TK രഘു, നയന മൂസ, അക്രം റഫീഖ്, ലോഹുൽ അമീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വ്യാപാരികളുടെ കുടുംബസംഗമവും ആദരിക്കൽ ചടങ്ങും അവാർഡ് ദാനവും കേരള വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഇനി വരാനിരിക്കുന്ന തലമുറയെ ഒരു ചെറിയതായിട്ടൊക്കെ ക്ലാസ് കൊടുക്കേണ്ടത് ഇപ്പൊ ചെറുപ്പക്കാർ കിട്ടാനേ ഞങ്ങൾ വരുന്നുണ്ട്. ചെറുപ്പക്കാരെ തീരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇനി ഞങ്ങളൊക്കെ ആരേൽപ്പിക്കും ഈ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ആരേൽപ്പിച്ച ജബ്ബാർ പോലും 26 വർഷമായിട്ട് മാറിക്കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ദീപന്തം ആരേൽപ്പിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥ, ചെറുപ്പക്കാർ കടന്നു വരാത്ത അവസ്ഥ. അപ്പൊ അതൊക്കെ മാറ്റിയെടുക്കുന്ന രൂപത്തിലുള്ള വലിയ തോതിലുള്ള പ്രക്രിയ ചെറിയ വിദ്യാർത്ഥികളുടെ കയ്യിൽ ചെറുപ്പക്കാർക്ക് നടത്തിയേ പറ്റും. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകും. തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്ന ഒരു ചെറിയ ടൂളുമായാണ് ചെറുപ്പക്കാരെ കയ്യിൽ വെച്ച് നടക്കുന്നത്. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എന്ത് പ്രചരിപ്പിക്കാം എന്ന് തോന്നുന്നതാണ് ഇപ്പോൾ ചെറുപ്പക്കാർക്ക്. MV ശ്രീധരൻ മാസ്റ്റർ, അഷ്റഫ് കോക്കൂർ, OC സലാഹുദ്ദീൻ, കയ്യൂം പൊന്നാനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വ്യാപാരികളുടെ മക്കളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. സൻഹ ഫാഷൻ, തിരൂർ.